പണ്ട് പണ്ട് പച്ചപ്പ് നിറഞ്ഞ ഒരു വലിയ കാട്ടിൽ ശക്തിമാനായ ഒരു സിംഹം ജീവിച്ചിരുന്നു. അവൻ ആ കാടിന്റെ രാജാവായിരുന്നു. അവൻ എപ്പോഴും അവന്റെ ശക്തിയിലും പ്രൗഢിയിലും അഭിമാനിച്ചിരുന്നു. അതേ കാട്ടിലെ ഒരു വലിയ മരത്തിൽ ചിഞ്ചു എന്നു പേരായ ഒരു കുസൃതിക്കുരങ്ങനും താമസിച്ചിരുന്നു. ചിഞ്ചു വളരെ ബുദ്ധിമാനും വേഗതയുമുള്ളവനായിരുന്നു. പക്ഷേ സിംഹരാജൻ അവനെപ്പോലുള്ള ചെറിയ ജീവികളെ പലപ്പോഴും പുച്ഛത്തോടെയാണ് കണ്ടിരുന്നത്. ഒരു ദിവസം കാട്ടിൽ ഇര തേടി നടക്കുകയായിരുന്ന സിംഹരാജൻ വേട്ടക്കാർ വെച്ച ഒരു കെണിയിൽ ചെന്ന് വീണു. അതൊരു ആഴമുള്ള കുഴിയായിരുന്നു. സിംഹം കുഴിയിൽ നിന്ന് കരകയറാൻ പലതവണ ശ്രമിച്ചു. പക്ഷേ അവന് മുകളിലേക്ക് കയറാൻ സാധിച്ചില്ല. സിംഹരാജാവ് ദേഷ്യത്തിലും സങ്കടത്തിലും അലറി. അവന്റെ അലച്ച കാടുകളിലെല്ലാം പ്രതിധ്വനിച്ചു. പല മൃഗങ്ങളും ആ ശബ്ദം കേട്ട് ഭയന്ന് ഓടി ഒളിച്ചു. ചിലർ ദൂരെ നിന്ന് നോക്കിയെങ്കിലും കാട്ടിലെ രാജാവിനെ എങ്ങനെ സഹായിക്കുമെന്ന് അവർക്കറിയില്ലായിരുന്നു. മരങ്ങളിൽ ചാടിക്കളിക്കുകയായിരുന്ന ചിഞ്ചു എന്ന കുരങ്ങൻ സിംഹത്തിന്റെ അലർച്ച കേട്ടു. അവൻ ശബ്ദം കേട്ട ദിശയിലേക്ക് വേഗത്തിൽ നീങ്ങി. കുഴിയിൽ വീണുകിടക്കുന്ന സിംഹരാജനെയാണ് ചിഞ്ചു കണ്ടത്. സിംഹം അവനെ കണ്ടപ്പോൾ പറഞ്ഞു, കുരങ്ങ, പോയി ആനയെയോ കരടിയെയോ കൊണ്ടുവരൂ. നീ നിസ്സാരനാണ്, എന്ത് സഹായം ചെയ്യാൻ കഴിയും? ചിഞ്ചു കുരങ്ങൻ ഒരു നിമിഷം ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, രാജാവേ, ക്ഷമയോടെ നിൽക്കൂ. ആന വരുന്നതുവരെ കാത്തുനിന്നാൽ ചിലപ്പോൾ വേട്ടക്കാർ വന്ന് അങ്ങയെ പിടിച്ചുകൊണ്ടുപോകും. ഞാൻ സഹായിക്കാൻ ശ്രമിക്കാം. സിംഹം അവനെ പുച്ഛത്തോടെ നോക്കി. എങ്കിലും ചിഞ്ചു സമയം കളഞ്ഞില്ല. അവൻ ഓടി അടുത്തുള്ള കാട്ടുവള്ളിക്കൂട്ടങ്ങൾക്കുള്ളിലേക്ക് മറഞ്ഞു. നിമിഷങ്ങൾക്കകം അവൻ നീളമുള്ളതും ശക്തമായ ഒരു കാട്ടുവള്ളി കടിച്ചെടുത്ത് തിരിച്ചു വന്നു. രാജാവ്, ഈ വള്ളി മുറുകെ പിടിച്ച് മുകളിലേക്ക് കയറുക. സിംഹം സർവശക്തിയുമെടുത്ത് വള്ളിയിൽ പിടിച്ച് കുഴിയിൽ നിന്ന് കയറി കിതച്ചുകൊണ്ട് തറയിലിരുന്നു. സിംഹം തന്നെ രക്ഷിച്ച ചിഞ്ചു കുരങ്ങനെ നന്ദിയോടെ നോക്കി. സിംഹരാജാവിന് നാണക്കേട് തോന്നി. താൻ നിസ്സാരനായി കരുതിയ ചെറിയ കുരങ്ങനാണ് ഇന്ന് തന്നെ രക്ഷിച്ചതെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ സിംഹം ചിഞ്ചുവിനോട് പറഞ്ഞു, സ്മാർട്ട് ചിഞ്ചു, ഇന്ന് നീ എന്നെ പഠിപ്പിച്ചു. അത് ശരീരത്തിന്റെ വലുപ്പത്തെക്കുറിച്ചോ ശക്തിയെക്കുറിച്ചോ അല്ല, ബുദ്ധിയെക്കുറിച്ചും സഹായിക്കാനുള്ള സന്നദ്ധതയെക്കുറിച്ചുമാണെന്ന്. അന്നു മുതൽ സിംഹരാജനും ചിഞ്ചുകുരങ്ങനും കാട്ടിലെ ഏറ്റവും നല്ല കൂട്ടുകാരായി മാറി. ഗുണപാഠം: ആരെയും നിസ്സാരരായി കാണരുത്. രൂപത്തിലോ വലുപ്പത്തിലോ അല്ല, മറിച്ച് ബുദ്ധിയിലും പ്രവൃത്തിയിലുമാണ് മഹത്വം. തക്ക സമയത്ത് ചെയ്യുന്ന ചെറിയ സഹായങ്ങൾക്ക് പോലും വലിയ വിലയുണ്ടാകും.